ഹലോ, വെൽക്കം ടു ലേണിനോ. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് LDC ഇല്ലേ, മെൻ്റൽ എബിലിറ്റി ഇല്ലേ, എട്ടാമത്തെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സെഷനാണ്. അതിൽ ഏഴാമത്തെ ടോപ്പിക്കായിട്ടുള്ള കോഡിങ്ങും ഡീകോഡിങ്ങും ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. നോക്കാം. ഒന്നാമത്തെ ചോദ്യം, സ്പെഷ്യൽ എന്നതൊരു പ്രത്യേക കോഡ് ഭാഷയിൽ 65 ആയി എഴുതിയിരിക്കുന്നുണ്ട്. കണക്റ്റ് എന്നുള്ളതിനെ എങ്ങനെ കോഡ് ചെയ്യപ്പെടാമെന്നാണ് ചോദ്യം. സ്പെഷ്യൽ എന്നുള്ളത് 65 ആണെങ്കിൽ കണക്റ്റ് എന്നുള്ളത് എത്രയാണെന്നാണ് ചോദ്യം. 70, 64, 32, 74 എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്ലേസ് വാല്യൂ അല്ലേ. ഇപ്പം ABCD നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ABCD നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്റെ സ്ഥാനം 1, ബിന്റെ സ്ഥാനം 2, സിന്റെ സ്ഥാനം 3, ഡിന്റെ സ്ഥാനം 4 എന്ന് പറഞ്ഞാൽ അങ്ങനെ സെഡ് വരെ എടുക്കുമ്പോൾ 26 വരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്പേഴ്സ് വരും. ആ നമ്പറാണ് നമുക്കിവിടെ അറിയേണ്ടത്. അപ്പൊ എസിന്റെ സ്ഥാനം 19 ആണ്, ടിന്റെ സ്ഥാനം 16 ആണ്, ഇന്റെ സ്ഥാനം 5 ആണ്, സി 3 ആണ്, ഐ 9 ആണ്, എ 1 ആണ്, എൽ 12 ആണ്. ഇതെല്ലാം കൂടെ കൂട്ടി നമുക്ക് എന്ത് കിട്ടി? 65 കിട്ടി. അങ്ങനെയാണ് സ്പെഷ്യൽ എന്നത് ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ 65 ആയിട്ട് മാറിയത്. അപ്പൊ നമുക്ക് കണക്റ്റിന് എങ്ങനെ എഴുതാം? കണക്റ്റിൽ സി എന്ന് പറയുന്നത് 3-ാം സ്ഥാനമാണ് അല്ലെ. ഒ എന്ന് പറയുന്നത് 15 ആണ്, എൻ എന്ന് പറയുന്നത് 14 ആണ്, എൻ എന്ന് പറയുന്നത് 14 ആണ്, ഇ എന്ന് പറയുന്നത് 5 ആണ്, സി എന്ന് പറയുന്നത് 3 ആണ്, ടി എന്ന് പറയുന്നത് 20 ആണ്. അതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് എത്ര കിട്ടും? 74 കിട്ടും. അപ്പൊ കണക്റ്റ് എന്നുള്ളത് നമുക്ക് എങ്ങനെ കോഡ് ചെയ്യാൻ പറ്റും? ഓപ്ഷൻ ഡി 74 എന്ന് കോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ചിലപ്പോൾ തിരിച്ചും വരാം കേട്ടോ. ഈ സംഖ്യകളൊക്കെ ഇല്ലേ, ഇതിന്റെ ഓപ്പോസിറ്റ്. ഇപ്പോൾ എ എന്ന് പറയുന്നത് 26, അങ്ങനെ പ്ലേസ് വാല്യൂ തിരിച്ചു കൊടുത്തിട്ടും ഇതുപോലുള്ള ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. പക്ഷെ അത്രയും കുഴപ്പിക്കില്ല, പ്രത്യേകിച്ച് LD പോലുള്ള പരീക്ഷകൾക്ക് അങ്ങനെ കുഴപ്പിക്കില്ല. എന്നാലും നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കാം, അങ്ങനെയും ചോദിക്കാം എന്നുള്ളതൊന്ന് അറിഞ്ഞു വെക്കാം. ഒരു പ്രത്യേക കോഡില് എർത്തിനെ HCUXM എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ കോഡില് മൂണിനെ എങ്ങനെ എഴുതാൻ പറ്റുന്ന ചോദിക്കണം. അതായത് എർത്ത് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. എർത്ത് എന്ന് പറയുന്നത് FCUXM എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ മൂന്നിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്ന ചോദിക്കണം. അപ്പൊ എർത്ത് ഇ കഴിഞ്ഞാൽ അടുത്തത് F ആണ്. ഓക്കെ, എ അതായത് ഇന്റെ തൊട്ടടുത്ത F. അപ്പോൾ ഒന്ന് കൂട്ടിയ F, എ കഴിഞ്ഞാൽ B കഴിഞ്ഞിട്ടാണ് C, അപ്പൊ 2 കൂട്ടിയ 6, S T കഴിഞ്ഞിട്ടാണ് U വരുന്നത്, അപ്പൊ 3 കൂട്ടുന്നു. ടി കഴിഞ്ഞിട്ട് QRST UVW കഴിഞ്ഞിട്ടാണ് X വരുന്നത്, അപ്പൊ +4 വരുന്നത്. H കഴിഞ്ഞാൽ IJKL കഴിഞ്ഞിട്ടാണ് M വരുന്നത് അല്ലെ. അപ്പൊ ഈ രീതിയിൽ അതും അങ്ങോട്ട് കൂട്ടിപ്പോയാൽ മതി. അപ്പൊ അപ്പൊ ആദ്യത്തെ സംഖ്യ എന്താ? M എന്ന് 1 കൂട്ടുമ്പോൾ അത് N വന്നു. ഇനി അടുത്തത് O എന്ന് 2 കൂട്ടുമ്പോൾ Q വന്നു, O എന്ന് 3 കൂട്ടുമ്പോൾ R വന്നു, N എന്ന് 4 കൂട്ടുമ്പോൾ R വന്നു. അപ്പൊ NQRR ആണ് നമ്മളുടെ ഉത്തരം വരുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ നോക്കൂ, ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് ഈ N കിട്ടിയാൽ തന്നെ എന്നുള്ള ഓപ്ഷൻ നോക്കാം. അപ്പൊ എന്നുള്ള ഓപ്ഷൻ നോക്കുന്ന സമയത്ത് ആകെ ഒന്ന് എന്നുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളൊന്നും ചെയ്തില്ലെങ്കിൽ നമുക്ക് ഉത്തരം കറക്റ്റായി കിട്ടും. പക്ഷെ ഇവിടെ എങ്ങനെയാ വെച്ചാൽ എന്നുള്ള 2 വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് 2 ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടും. N-ഉം Q-ഉം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ N-ഉം Q വെച്ചിട്ടുള്ള ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ അതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എത്താം. അങ്ങനെയും എത്താം കേട്ടോ. അപ്പൊ നമ്മൾ എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഫുള്ള് ചെയ്താണ്. അപ്പൊ നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് ഇത് ഫുള്ളും ചെയ്തില്ലെങ്കിലും നമുക്ക് ഉത്തരം കിട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ഡൽഹി ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ EDMGJ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ കോഡിൽ നേപ്പാൾ എന്നുള്ളതിന് എങ്ങനെയാണ് നമ്മൾക്ക് എഴുതാൻ പറ്റുക എന്നാണ് ചോദ്യം. അപ്പൊ ഡൽഹി അത് തന്നിരിക്കുന്നത് എഴുതാം, ഡൽഹി EDMGJ. ഇനി നമുക്ക് നോക്കാം. ഡി കഴിഞ്ഞാൽ തൊട്ടടുത്തത് ഇ ആണ്, അപ്പൊ ഒന്നുകൂടി ഇ കഴിഞ്ഞ തൊട്ടടുത്ത് ഡി, അതായത് അതൊന്ന് കുറയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇന്ന് ഇവിടെ ഡിന്ന് ഇ കൂട്ടുന്നു, അതുപോലെ തിരിച്ച് നമുക്കിങ്ങനെ പറയാം, ഇത് ഒന്ന് കൂട്ടുന്നു, ഇതൊന്ന് കുറയ്ക്കുന്നു അല്ലെ. ഇനി എല് കഴിഞ്ഞാൽ അടുത്തത് എം, അതൊന്ന് കൂട്ടുന്നു. ഇനി അടുത്തത് എച്ചിന്റെ മുമ്പ് EFG കഴിഞ്ഞിട്ടല്ലേ, EFGHI അല്ലേ, അപ്പോൾ ഒന്ന് കുറയ്ക്കാണ് അവിടെ ചെയ്യുന്നത്. ഇനി ഐ കഴിഞ്ഞാൽ അടുത്തത് കൂട്ടുന്നു. ഓക്കെ, +1. അപ്പൊ +1 -1 +1 -1 ആയിട്ടാണ് വരിക. അപ്പൊ നേപ്പാളിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? N എന്ന് പറയുമ്പോൾ ഒന്ന് കൂട്ടുക, N എന്ന് ഒന്ന് കൂട്ടുമ്പോൾ O കിട്ടും, E എന്ന് ഒന്ന് കുറയ്ക്കുമ്പോൾ D കിട്ടും, P എന്നൊന്ന് കൂട്ടുമ്പോൾ Q കിട്ടും, A എന്നൊന്ന് കുറയ്ക്കുമ്പോൾ
സെഡ് കിട്ടും, എല്ലിൽ നിന്ന് കൂട്ടുമ്പോൾ എം കിട്ടും. ഓക്കെ, അപ്പോൾ ഒന്ന് കൂട്ടുക ഒന്ന് കുറയ്ക്കുക എന്നുള്ള ഒരു രീതിക്കാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ വരിക, ഇവിടെ നമുക്ക് ശരിക്കും മുഴുവൻ ചെയ്യേണ്ട അല്ലേ, എന് കഴിഞ്ഞ് തൊട്ടടുത്തത് O ആണ് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത് ആകെ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ A എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ നമുക്ക് ചെയ്യേണ്ട, പിന്നെ നമുക്ക് കൺഫേം ചെയ്യാൻ വേണ്ടി കൺഫേം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് O കണ്ടു കഴിഞ്ഞാൽ തന്നെ രണ്ടാമത്തെ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലായി OD അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ, കൂടുതൽ സമയം ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഓപ്ഷൻ A ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്, ODQZM. അടുത്തത് ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ EC എന്നത് 5117 എന്ന് എഴുതിയിരിക്കുന്നു. ഒരേ കോഡ് ഭാഷയിൽ ബീമിന്, ഇതേ കോഡ് ഭാഷയിൽ BEAM എന്നുള്ളതിനെ എങ്ങനെയാണ് എഴുതുക എന്നാണ് ചോദിക്കുന്നത്. 4512 4567 2513 2514 തന്നിരിക്കുന്നത്. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇങ്ങനെയാണ് വരുന്നത്. EC എന്ന് പറയുന്നതും E എന്ന് പറയുന്നത് അഞ്ചാമത്തെ അക്ഷരമാണ് അല്ലേ. നമ്മൾ ABCDEFG പറയുമ്പോൾ ABCD എന്ന് പറയുമ്പോൾ 1 2 3 4, E എന്ന് പറയുന്നത് അഞ്ചാമത്തെയാണ്. അപ്പോൾ E എന്ന് പറയുന്നത് 5 എന്ന് കിട്ടി. അപ്പോൾ EC EASY എന്ന് പറയുമ്പോൾ E എന്ന് പറയുന്നത് 5 എന്ന് കിട്ടി, A എന്ന് പറയുന്നത് 1 എന്ന് കിട്ടി, S എന്ന് പറയുന്നത് 19ാമത്തെ അക്ഷരമാണ്. അപ്പോൾ 19 അവിടെ എഴുതില്ല, ആകെ മൊത്തം 4 ലെറ്റേഴ്സ് അല്ലേ വരുന്നുള്ളൂ. അപ്പോൾ 19 എങ്ങനെ എഴുതിയിട്ടുണ്ടാവണം, 1 + 9 10 എന്ന് എഴുതിയിട്ടുണ്ടാവണം. പക്ഷെ 10 2 അക്ഷരമാണ്, അപ്പോൾ അതിനെ ഒറ്റ അക്ഷരമാക്കാൻ വേണ്ടിയിട്ട് ആ 1ഉം 0ഉം കൂടെ കൂട്ടിയിട്ട് 1 + 0 എന്നുള്ളതാണ് എന്തായിട്ട് മാറിയിരിക്കുന്നത്, S 1 ആയിട്ട് മാറിയിരിക്കുന്നത്. ഓക്കെ, ഇനി Y എന്ന് പറയുന്നത് 25ാമത്തെ അക്ഷരമാണ്. അപ്പോൾ 2 + 5 കൂട്ടി ആ രണ്ട് സംഖ്യകൾ നമ്മൾ കൂട്ടി, അപ്പോൾ നമുക്ക് 7 കിട്ടി. അങ്ങനെയാണ് EC എന്നുള്ളത് 5117 ആയിട്ട് മാറിയത്. ഇനി അതേപോലെ ബീമിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ, B എന്ന് പറയുന്നത് രണ്ടാമത്തെയാണ്, E എന്ന് പറയുന്നത് അഞ്ചാമത്തെയാണ്, അതുപോലെ A എന്ന് പറയുന്നത് ഒന്നാമത്തെയാണ്, M എന്ന് പറയുന്നത് 13ാമത്തെ അക്ഷരമാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും, 1 + 3 പറഞ്ഞ് കൂട്ടുക, അപ്പോൾ എന്ത് കിട്ടും, 4 കിട്ടും. അപ്പോൾ 2 5 1 4 എന്നാണ് നമ്മൾ ബീമിന് കൊടുക്കുന്ന കോഡ്. ഓപ്ഷൻ D ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. അപ്പോൾ ഇങ്ങനെയും ചോദ്യം വരാം. അടുത്തത് ഒരു പ്രത്യേക കോഡിൽ ലയൺ എന്നത് MNHK എന്ന് എഴുതിയിരിക്കുന്നു. ആ കോഡിൽ മങ്കി എന്നത് എങ്ങനെ നമ്മൾക്ക് എഴുതാമെന്നാണ് ഇവിടുത്തെ ചോദ്യം വരുന്നത്. BWKXSU XDJMNL FSHXIL FGQWPJS ഇത്രയുമാണ് നമ്മളുടെ ഓപ്ഷൻസ് വരുന്നത്. അപ്പോൾ ഇവിടെ ലയൺ എന്നുള്ളതിനെ LION ലയൺ എന്നുള്ളതിനെ MNHK എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇവിടെ തിരിച്ചാ വരുന്നത് അല്ലെ, ഇങ്ങനെ ഇവരാണ് ബന്ധം. അതായത് ലയൺ ഇവിടെ തിരിച്ചിട്ടിരിക്കുക NOIL എന്നും, അപ്പൊ M കഴിഞ്ഞിട്ടാണ് N വരുന്നത്, N കഴിഞ്ഞിട്ടാണ് O വരുന്നത്, H കഴിഞ്ഞിട്ടാണ് I വരുന്നത്, K കഴിഞ്ഞിട്ടാണ് L വരുന്നത്. അപ്പൊ MNHK ആയിട്ട് മാറി ഏത് ലയൺ എന്ന് പറയുന്നത്. ഇനി മങ്കിന്റെ കേസ് ആകുമ്പോൾ തിരിച്ചെഴുതാം. മങ്കി എന്ന് പറയുന്നത് എങ്ങനെയാ വരിക, ആദ്യം Y വരും, പിന്നെ E വരും, പിന്നെ K വരും, N വരും, O വരും, M വരും അല്ലേ. ഇനി നോക്കുക ഇവിടെ എന്താണ് വരിക എന്നുള്ളത്. X കഴിഞ്ഞിട്ട് Y വരുന്നു, D കഴിഞ്ഞിട്ട് E വരുന്നു, J കഴിഞ്ഞിട്ട് K വരുന്നു, M കഴിഞ്ഞിട്ട് N വരുന്നു, N കഴിഞ്ഞിട്ട് O വരുന്നു, L കഴിഞ്ഞിട്ട് M വരുന്നു. ഇങ്ങനെയാണ് വരിക. XDJMNL എന്ന് പറയുന്നത് ഇവിടെ ഓപ്ഷൻ B ആണ്. ഓക്കെ, അപ്പൊ അതാണ് മങ്കിന്റെ കോഡ് ഭാഷ. അടുത്തത് വെള്ളയെ പറയുന്നത്, ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. വെള്ളനെ പറയുന്നത് മഞ്ഞാന്നാണ്. ഇപ്പൊ വെള്ള കണ്ടു കഴിഞ്ഞാൽ അത് വെള്ളയാണെന്ന് പറയാൻ പാടില്ല, മഞ്ഞാന്ന് പറയണം. മഞ്ഞനെ നീല എന്നും, നീലയെ ചുവപ്പെന്നും, ചുവപ്പിനെ കറുപ്പെന്നും, കറുപ്പിനെ വയലറ്റ് എന്നും വിളിക്കുന്നുവെങ്കിൽ മനുഷ്യരക്തത്തിന്റെ നിറം എന്തായിരിക്കും? അപ്പൊ നമ്മൾക്ക് നേരെ ഇതൊക്കെ നമുക്കറിയാലോ, മനുഷ്യരക്തത്തിന്റെ നിറം ചുവപ്പല്ലേ. ഓപ്ഷൻ A ചുവപ്പന തന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇടവും വലവും നോക്കില്ല, വേഗം അങ്ങോട്ട് ഓപ്ഷൻ A എന്ന് പറയുന്ന ചുവപ്പ് കുത്തിയിരിക്കും. എല്ലാവരും എന്നല്ല ഞാൻ പറയണത്, ഓർക്കപ്പുറത്ത്. കാരണം നമുക്ക് ചിലപ്പോൾ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ട് ആകെ മടുത്തിരിക്കുന്ന സമയത്തായിരിക്കും ഇങ്ങനെ ഒരു ചോദ്യം വരിക. അപ്പൊ നോക്കുമ്പോൾ ബാക്കിയുള്ളതൊന്നും കണ്ണിൽ കൂടെ പോകില്ല, ആകെ മനുഷ്യരക്തത്തിന്റെ നിറം എന്താന്ന് മാത്രമേ കണ്ണിൽ കൂടെ പോകുള്ളൂ.
അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഓപ്ഷൻസ് ചുവപ്പ്, വയലറ്റ്, കറുപ്പ്, മഞ്ഞ തന്നിട്ടുണ്ട്. മനുഷ്യ രക്തത്തിന്റെ നിറം ചുവപ്പാണെന്ന് നമ്മൾക്കറിയാം. പക്ഷെ ചുവപ്പിനെ അവരെന്താ പറയണ? ചുവപ്പിനെ കറുപ്പ് എന്നാണല്ലോ പറയുന്നത് അല്ലെ? ചുവപ്പിനെ കറുപ്പ് എന്ന് പറയുന്നതുകൊണ്ട് ഉത്തരം ചുവപ്പല്ല. ആൻസർ കറുപ്പാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. നമ്മളെ കുഴയ്ക്കുന്ന ഇതുപോലുള്ള ചോദ്യങ്ങളും വരാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമാണ്. അശ്രദ്ധ കൊണ്ട് ഇതിൽ മാർക്ക് പോവാം. സെബ്രോണിക്സ് എന്ന വാക്കിന്റെ അക്ഷരങ്ങൾ അക്ഷരമാലയിൽ ക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ വാക്കിന്റെ ആദ്യ അക്ഷരത്തിൽ നിന്നും വലതുവശത്ത് ഏതക്ഷരമായിരിക്കും രണ്ടാമത്തെ അക്ഷരം എന്നാണ് ചോദ്യം. അതായത് സെബ്രോണിക്സ് എന്ന വാക്കിന്റെ അക്ഷരങ്ങൾ നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ, അതായത് ഈ സെഡ്, ഇ, ബി, ആർ, ഒ, എൻ, ഐ, സി, എസ് എന്നുള്ളതിനെ നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ അതിനെ ഒന്ന് റീഓർഡർ ചെയ്യുകയാണ് കേട്ടോ. എന്നിട്ട് വരുന്ന അക്ഷരങ്ങൾ നോക്കുക. അതെന്താണ്? ഇതിന് അക്ഷരമാല ക്രമത്തിൽ എഴുതുമ്പോൾ ആദ്യം ബി വരും, പിന്നെ സി വരും, ഇ വരും, ഐ വരും, എൻ വരും, ഒ വരും, ആർ വരും, എസ് വരും, സെഡ് വരും. ഇങ്ങനെയാണ് അതിനെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കാം. ചോദ്യം എന്താണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്? വാക്കിന്റെ, അപ്പൊ ഇപ്പൊ ഉണ്ടാക്കിയ വാക്കിന്റെ ആദ്യത്തെ അക്ഷരത്തിൽ നിന്നും, ആദ്യത്തെ അക്ഷരം അല്ലെ, ആദ്യത്തെ അക്ഷരത്തിൽ നിന്നും, ആദ്യത്തെ അക്ഷരം പറയുന്നത് ബി ആണ്. അപ്പൊ ആദ്യത്തെ അക്ഷരത്തിൽ നിന്നും വലതുവശത്ത് ഏത് അക്ഷരമാണ് രണ്ടാം സ്ഥാനത്ത്? അപ്പൊ ഈ ബിയിൽ നിന്നും രണ്ടാം സ്ഥാനത്ത്, ബിയിൽ നിന്നും വലതുവശത്തേക്ക് വരുന്ന അക്ഷരമാണ് എടുക്കേണ്ടത്. രണ്ടാം സ്ഥാനത്ത് കിടക്കുന്ന അക്ഷരമാണ് എടുക്കുന്നത്. അപ്പൊ ആരാണ് അവിടെ വരുന്നത്? ഇ ആണ് വരുന്നത് അല്ലെ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. മനസ്സിലായില്ലേ? അതായത് നമ്മൾക്ക് തന്നിട്ടുള്ളതിന് ആദ്യം അക്ഷരമാല ക്രമത്തിൽ എഴുതണം. അതിന്നാണ് വാക്കിന്റെ ആദ്യ അക്ഷരത്തിൽ നിന്നും വലതുവശത്ത് കിടക്കുന്ന രണ്ടാമത്തെ അക്ഷരം ഏതാണെന്നുള്ളത് ചോദിക്കുക. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ഇവിടെ ബി ആണ് കറക്റ്റ് ആൻസർ. ശ്രദ്ധിക്കണം, അക്ഷരമാല ക്രമത്തിൽ ക്രമീകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ നമ്മൾ ആ വാക്കിന്റെ രണ്ടാമത്തെ അക്ഷരം പറയുമ്പോൾ അറിയാണ്ട് ബി ഉണ്ടാവും. ഇവിടെ ഓപ്ഷനിൽ ബി ഇല്ല, പക്ഷെ ഓപ്ഷനിൽ ബി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വായിച്ചിട്ട് എഴുതാൻ ശ്രദ്ധിക്കാം. ഒരു പ്രത്യേക കോഡിൽ പോൺ എന്നുള്ളതിനെ 27 എന്ന് എഴുതിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ക്യൂൻ എന്നുള്ളതിനെ എങ്ങനെ എഴുതാൻ പറ്റുന്നതാണ് ചോദിക്കുന്നത്. 24, 31, 27, 46 ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് നോക്കാം. ഇതില് അക്ഷരമാലയിലെ നമ്മൾ സ്ഥാനമൂല്യങ്ങൾ നോക്കാം, പ്ലേസ് വാല്യൂ നോക്കാം. പി എന്ന് പറയുന്നതിന് സ്ഥാനം എത്രയാണ്? അത് 16 ആണ്. എ എന്ന് പറയുന്നത് 1-ാം സ്ഥാനത്തുള്ളതാണ്. ഡബ്ല്യു എന്ന് പറയുന്നത് 23-ാം സ്ഥാനത്തുള്ളതാണ്. എൻ എന്ന് പറയുന്നത് 14-ാം സ്ഥാനത്താണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 16 + 1 + 23 + 14 ചെയ്യുന്ന സമയത്ത് 54 കിട്ടും. അതിനെ ഡിവൈഡ് ബൈ 2 ചെയ്തപ്പോഴാണ് എന്ത് കിട്ടിയത്? 27 നമ്മൾക്ക് കിട്ടിയത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്യൂനിനെ എങ്ങനെ എഴുതാന്നാ ചോദിക്കുന്നത്. അപ്പൊ ക്യൂൻ എന്ന് പറയുമ്പോൾ ക്യൂ 17-ാം സ്ഥാനമാണ്. അതേപോലെ യു എന്ന് പറയുന്നത് 21-ാം സ്ഥാനമാണ്. ഈ 5-ാം സ്ഥാനം, വീണ്ടും ഈ 5-ാം സ്ഥാനം, എൻ 14-ാം സ്ഥാനം. എല്ലാം കൂടെ കൂട്ടുക, എല്ലാം കൂടെ കൂട്ടുമ്പോൾ 62 കിട്ടും. അതിന് 2 ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് 31 കിട്ടും. അപ്പൊ ഓപ്ഷൻ ഇവിടെ ഏതാണ്? 31 ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത്, വെള്ളയെ മഞ്ഞ എന്നും മഞ്ഞയെ നീല എന്നും നീലയെ ചുവപ്പെന്നും ചുവപ്പിനെ കറുപ്പെന്നും കറുപ്പിനെ വയലറ്റ് എന്നും വയലറ്റ് പച്ച എന്നും വിളിക്കുന്നുവെങ്കിൽ ബൾബിൽ നിന്നും പുറപ്പെടുവിക്കുന്ന പ്രകാശത്തിന്റെ നിറം എന്തായിരിക്കും? ചുവപ്പ്, നീല, കറുപ്പ്, മഞ്ഞ. അപ്പോ ബൾബിൽ നിന്നും പ്രകാശിക്കുന്ന നിറമാണ് ചോദിക്കുന്നത്. ഇവിടെ ചോദ്യത്തിൽ ഒരു ചെറിയ കറക്ഷൻ ഉണ്ട്, സംഭവം വിട്ടുപോയതാണ്. മഞ്ഞ ബൾബിൽ നിന്ന് ഉണ്ട് കേട്ടോ. അതായത് വെറുതെ നമ്മൾക്ക് ഒരു പ്രകാശം കിട്ടില്ലല്ലോ. മഞ്ഞ ബൾബിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന പ്രകാശത്തിന്റെ നിറം എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, മഞ്ഞ ബൾബാണ്. അപ്പൊ മഞ്ഞ ബൾബിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന പ്രകാശം എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് മഞ്ഞ നിറമായിരിക്കും. മഞ്ഞയെ എന്താണ് ഇവർ വിളിക്കുന്നത്? മഞ്ഞയെ നീല എന്നാണ് വിളിക്കുന്നത് അല്ലെ? ഇവിടെ ഓപ്ഷൻ മഞ്ഞയും തന്നിട്ടുണ്ട്. അപ്പൊ മഞ്ഞനെ നീല എന്നാണ് വിളിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ എന്താണ് വരിക? ഓപ്ഷൻ ബി, നീലയാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ. അപ്പൊ രണ്ടും ഓപ്ഷനിൽ തന്നിട്ടുണ്ടോന്ന് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് മഞ്ഞ ലാസ്റ്റും ആയതുകൊണ്ട് എല്ലാവർക്കും അങ്ങനെയാണല്ലോ. ഫസ്റ്റ് ഓപ്ഷനിൽ കൺഫ്യൂഷൻ വരും, ലാസ്റ്റ് ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയ്ക്കൊരു കൺഫ്യൂഷൻ തോന്നില്ല. അപ്പൊ അതിനു വേണ്ടി മഞ്ഞനെ ലാസ്റ്റ് ഇട്ടുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ.
അടുത്തത് ഒരു പ്രത്യേക കോഡില് M4TR1X എന്നതിനെ P7WU4A എന്ന് എഴുതിയിരിക്കുന്നു. ആ കോഡില് ARR4Y എന്നുള്ളതിനെ എങ്ങനെ എഴുതിയിരിക്കുന്നു എന്നാണ് ചോദ്യം. F1D8R X8KVS DUU7B E4R4NY. അങ്ങനെയാണെങ്കിൽ നോക്കാം. ഒരു പ്രത്യേക കോഡിൽ ആദ്യം മെട്രിക്സ് എന്ന് എഴുതിയ പോലെ ഉണ്ടല്ലേ, അത് M4TRIX എന്നുള്ളതിനെ P7WU4A എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം M എന്ന ഒരു 3 സ്ഥാനം കൂട്ടിയാൽ P കിട്ടില്ലേ അല്ലെ, 4 എന്നൊരു 3 സ്ഥാനം കൂട്ടിയാൽ 7 കിട്ടും, T എന്നൊരു 3 സ്ഥാനം കൂട്ടിയാൽ W കിട്ടും, R എന്നൊരു 3 സ്ഥാനം കൂട്ടിയാൽ U കിട്ടും, 1 എന്നൊരു 3 സ്ഥാനം കൂട്ടിയാൽ 4 കിട്ടും, X എന്നൊരു 3 സ്ഥാനം കൂട്ടിയാൽ A കിട്ടും. അപ്പോൾ ഓരോന്നിന്റെയും കൂടെ ഒരു 3 കൂട്ടുമ്പോൾ നമുക്ക് അടുത്ത സ്ഥാനം കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അറേ എന്നുള്ളത് നമ്മൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അറേ അല്ല, ARR4Y ആണ് അല്ലെ. അപ്പോൾ ഇതിൽ A എന്ന് പറയുന്നത് 3 സ്ഥാനം കൂട്ടുന്ന സമയത്ത് ABCD അല്ലെ, BCD വരും. R എന്ന് പറയുന്നത് RSTU വരും അല്ലെ, 3-ാം സ്ഥാനത്ത് അല്ലെ. ഇതൊക്കെ 3-ാം സ്ഥാനം കൂട്ടുക, ഇത് 3-ാം സ്ഥാനം കൂട്ടുക, അടുത്തത് 3 സ്ഥാനം കൂട്ടുമ്പോൾ U വരും. 4-ന്ന് 3 സ്ഥാനം കൂട്ടുമ്പോൾ 4, 5, 6, 7 ആണ്. Y-ന്ന് 3 സ്ഥാനം കൂട്ടുക, Y എന്ന് പറയുമ്പോൾ Z A കഴിഞ്ഞ പിന്നെ അടുത്തത് B ആണ്. വീണ്ടും അത് അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് തരും. അപ്പൊ DUU7B എന്നാണ് അറേനെ നമ്മൾ അറേയല്ല ARR4Y എന്നുള്ളതിന് കോഡ് രൂപത്തിൽ എഴുതുമ്പോൾ വരാം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ കോഡിങ് ആൻഡ് ഡീകോഡിങ് എന്നുള്ള ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ. ഏതാണ്ട് ഈ രീതിയിലൊക്കെ തന്നെയാണ് വരിക. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റും. അല്ല മഞ്ഞ പച്ച അങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസും വരാറുണ്ട്, ഇതുപോലെയുള്ള കോഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കി അതൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അത് കിട്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിർബന്ധമായിട്ട് നമുക്ക് ഇന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഏത് നോക്കിയാലും നിങ്ങൾക്ക് ഇന്ന് ഒരു ക്വസ്റ്റ്യനെങ്കിലും കാണാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ആകെ 10 മാർക്കൊക്കെ അല്ലേ ഉള്ളൂ മെന്റൽ എബിലിറ്റിയും ഇതും വെച്ചിട്ട്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, ഈ ഒരു ഏരിയയിൽ നിന്ന് തീർച്ചയായിട്ടും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് ഈ ഒരു ടോപ്പിക്ക്. താങ്ക് യു.